കുറച്ച് ദിവസം മുമ്പ് വരെ എന്റെ സ്കിന്നത് എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പോഴാണ് അതെല്ലാം ഒന്ന് മാറിയത്. ഇതെങ്ങനെ മാറിയത് എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തില്ല മീൻസ് ഡെയിലി ഞാൻ യൂസ് ചെയ്യാറുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും പോലും ഞാൻ ഒഴിവാക്കി. എല്ലാം യൂസ് ചെയ്യൽ നിർത്തി. ജസ്റ്റ് ഒരു സിമ്പിൾ ക്ലെൻസർ മാത്രം മോർണിംഗും ഈവനിങ്ങും യൂസ് ചെയ്തു. ആൻഡ് ലിറ്ററലി ഒന്നും ഇട്ടില്ല, സ്കിന്നിൽ ഒന്നും അപ്ലൈ ചെയ്തില്ല. കുറച്ച് ദിവസത്തേക്ക് ഒരു 2 വീക്സോളം സ്കിന്നിന് ഞാൻ ഫ്രീ ആയിട്ട് വിട്ടു. സോ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇതുപോലെ ആക്നി പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാരണമായിരിക്കും നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ട് ഇത് പോവാൻ വേണ്ടിയിട്ടുള്ള പല റെമഡീസും നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഒഴിവാക്കി വേറൊരു 5 പ്രൊഡക്റ്റ് നമ്മൾ ഇത് പോവാൻ വേണ്ടി അപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്കിന്നൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. സ്കിന്നിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഒന്ന് യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞ് ഒരു 2 വീക്സ് കഴിഞ്ഞ് സ്കിൻ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇപ്പോ ഞാൻ അതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇവിടെ പിമ്പിൾസ് വന്ന മാർക്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ആൻഡ് ആ കണ്ടിന്യൂസ് ആയിട്ട് പിമ്പിൾസ് വരുന്ന ആ ഒരു ഇത് നന്നായി കുറഞ്ഞു. വീണ്ടും പഴയ രീതിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ഇതുപോലെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലംസ് കാണുകയാണെങ്കിൽ ഫസ്റ്റ് അതിനൊന്ന് റീസെറ്റ് ചെയ്യാൻ ടൈം കൊടുക്കുക. ഒരുപാട് പ്രൊഡക്ട്സ് വീണ്ടും അത് മാറാൻ വേണ്ടി യൂസ് ചെയ്യാതെ നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക സ്കിന്നിന് വേണ്ടിയിട്ട്. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോവുക, അങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി നമുക്ക് എന്തോ പ്രശ്നം പറ്റി. സോ പിന്നെയും നമുക്ക് അറിയാത്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നമ്മളത് കൊളാക്കാതെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ആ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് പ്രോബ്ലംസ് മാറും. അപ്പൊ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആക്നി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ബൈ.